വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്കമീൻ ഫ്രൈ ആണിത്. ഇതെങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതെടുത്തിരിക്കുന്നത് 1/2 കിലോ ഉണക്കമീനാണ്. ഇത് മാന്തള അല്ലെങ്കിൽ നങ്കെന്ന് പറയുന്ന ഒരു മീനാണ്. ഇത് തോല് പൊളിച്ച് തോല് വെള്ളത്തിലിടുക. ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് പെട്ടെന്ന് പോകാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പെല്ലാം മാറി ക്ലിയറായിട്ട് കിട്ടും. ഇനി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു മസാലക്കൂടി തയ്യാറാക്കണം. അതിനായി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ വിനാഗിരിയാണ് ഇത് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉപ്പ് മീനിലുള്ളത് കൊണ്ടാണ്. ഇത് മിക്സ് ആകാൻ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഈ മിശ്രിതം കുഴച്ചതിന് ശേഷം ഉണക്കമീനിൽ പുരട്ടി നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. സാധാരണ രീതിയിൽ നമ്മൾ ഉണക്കമീൻ ഏത് മീനായിരുന്നാലും വറുക്കുന്ന സമയത്ത് കഴുകി ക്ലീനാക്കി ഉപ്പെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു മസാലയും ചേർക്കാതെ ഡയറക്റ്റായി ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വ്യത്യസ്തമായ രീതിയിൽ ആദ്യം തന്നെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ഓരോന്നായി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് വെച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ സമയത്ത് മസാല ചേർത്തില്ലെങ്കിൽ പൊതുവേ ചെയ്യുന്നത് മീനെല്ലാം വറുത്ത് കഴിയുമ്പോൾ ലാസ്റ്റാണ് സവാളയും പച്ചമുളകും വേപ്പിലയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറുത്തെടുക്കുന്നത്, ഉണക്കമീൻ വറുത്തെടുക്കുന്നത്. ഇത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് അല്പം ഉള്ളതുകൊണ്ട് തന്നെ 2 പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് തിരിച്ച് മറിച്ചിട്ട് മുരുവലും കറക്റ്റ് ആയിരുമ്പോൾ ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമലി ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചോറ് ഇപ്പം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇത്രയും മാത്രമല്ല, കുറച്ചുകൂടി കാര്യം ചെയ്ത് വെക്കുന്നുണ്ട്. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിട്ട് മാറും. ഇതിപ്പോൾ നമ്മൾ സ്റ്റവെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് അരമുറി തേങ്ങ ഇതുപോലെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം തേങ്ങ ഫ്രൈ ചെയ്തുകൊണ്ട് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേസ്റ്റൊക്കെ എടുക്കുന്നത്. ഇനി തേങ്ങ മാറ്റിയ ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് 150 ഗ്രാം ചെറിയ ഉള്ളിയാണ്, അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും. ഉണക്കമീനിൽ എപ്പോഴും ഉള്ളിയോ സവാളയോ അല്ലെങ്കിൽ പച്ചമുളകോ വേപ്പിലൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത്രയും മുളക് പൊടി നമ്മൾ വിചാരിക്കും എരിവ് കൂടി പോകുന്നു. എരിവ് ഒന്നും കൂടി പോകില്ല, നല്ല കറക്റ്റായ ടേസ്റ്റ് കിട്ടും നമുക്ക്. അവസാനം നമ്മളൊരു ചെറിയൊരു പൊടിക്കൈയോട് ചേർക്കുന്നുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ മുരുവെല്ലാം കൃത്യമായിട്ടുണ്ട്. ഇനി ആദ്യം വറുത്ത തേങ്ങയുടെ ആ കൊത്ത് ഇതുപോലെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഉണ്ടല്ലോ, ആ ഉണക്കമീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് അരി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. നല്ലൊരു സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് കറക്റ്റായ രീതിയിൽ നമുക്ക് മിക്സിങ് കറക്റ്റായിട്ട് കിട്ടും. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കറികളുടെയും ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അറിയണമെങ്കിൽ വെള്ളച്ചോറ് വേണം. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങ നീരാണ്. ഇത്രയും മീനിലേക്ക് 1 നാരങ്ങയുടെ മുഴുവൻ നീര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ മീൻ. ഇതുപോലെ നിങ്ങൾ കഴിച്ച് നോക്കുക. ചോറിനൊപ്പം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും.